ഇതാണ് പോക്കോയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് കില്ലറായ പോക്കോ X6Pro. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈപ്പർ ഓയിസുമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഫോണാണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പ് നമ്മൾ ഹൈപ്പർ ഓയിസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും വെയിറ്റിംഗിലായിരുന്നു. ഇപ്പോൾ ദാ വന്നിരിക്കുന്നു ഹൈപ്പർ ഓയിസ് ഫോൺ. ശരിക്കും പറഞ്ഞാൽ മീഡിയാടെക് ഡൈമെൻസിറ്റി 8300 അൾട്ര വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഇതിന്റെ വില പൊതുവെ ഈ പ്രൊസസറിന്റെ വില 30,000-ന് മുകളിലായിരിക്കും. പക്ഷേ ഇത്തവണ 30,000 താഴെയാണ് ഇത് പോക്കോ കൊണ്ടുവരാൻ പോകുന്നത് പ്രത്യേകതയാണ് കേട്ടോ. എന്തായാലും നമുക്ക് വിശദമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ ഒരു ഫോണിന്റെ ഓവർവ്യൂ പെട്ടെന്ന് കാണിക്കാം. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഡോൾബി അറ്റ്മോസ്, ഹൈറസ് ഓഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ സാമ്പിൾ ഒന്ന് കേട്ടോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഡുവൽ സിം ആണ് സപ്പോർട്ട് ചെയ്യുക. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. ഡുവൽ സിം 5G സപ്പോർട്ട് ചെയ്യുന്നു. താഴെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പ് സൈഡിൽ സ്പീക്കർ ഗില്ല്, IR ബ്ലാസ്റ്റർ, സെക്കൻഡറി മൈക്രോഫോൺ. റിയർ സൈഡിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ ഫ്രണ്ട് ഡിസൈനും കാണാം. സോ ഇങ്ങനെയാണ് ഡിവൈസിന്റെ ഒരു ഓവർവ്യൂ. ഓവറോൾ ഗുഡ് ലുക്കിംഗ് ഫോണാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. കംഫർട്ടബിൾ ആണ്. IP54 റേറ്റിംഗ് അടക്കമാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ ഓവർവ്യൂ. ബോക്സിൽ ഇതിന്റെ ഒപ്പം ചാർജർ, കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള്, ചാർജിംഗ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ്. 67 വാട്ടിന്റെയാണ് ചാർജർ. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഹൈപ്പർ ഓയിസിന്റെ പെർഫോമൻസ്, അതേപോലെ സിസ്റ്റം പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രീതിയിൽ എങ്ങനെയുണ്ട് കാണാം. ഇത് അത്യാവശ്യം നല്ല ഗെയിമിംഗ് BGM ഒക്കെ 90 FPS നമുക്ക് കളിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കാരണം 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കളിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. Dimensity 8300 അൾട്ര എന്ന് പറയുന്ന പ്രോസസർ ഇന്ത്യയിലേക്ക് ഈ ഒരു ഫോണിലൂടെയാണ് വരുന്നത്. LPDDR5X RAM, UFS 4.0 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കി കഴിഞ്ഞാൽ 1.4 മില്യൺ വരുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 അല്ലെങ്കിൽ 8 Gen 2 അതിന്റെ ഒരു റേഞ്ച് പിടിക്കുന്ന ഒരു പ്രോസസറാണ്. ആൻഡ്രോയിഡ് 14ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 156%. കഴിഞ്ഞ വെർഷൻ പോക്കോ S5 പ്രോയേക്കാൾ 156% പെർഫോമൻസ് ബൂസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 5000mm വേപ്പർ ചേമ്പിംഗ് കൂളിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോഴും നമുക്ക് ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അസ്ഫാൾട്ട് 9 അടക്കമുള്ള ഗെയിമുകൾ കളിച്ച് നോക്കി, മാറിയൊക്കെ കളിച്ച് നോക്കി. എല്ലാം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഇതിന്റെ ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ഓയിസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈപ്പർ ഓയിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, സ്മൂത്ത് ആണ് എന്നുള്ളതാണ്. വളരെ സ്മൂത്ത് ആണെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. സ്മൂത്ത് എന്ന് പറയുമ്പോൾ ഓരോ ആപ്പും തുറക്കുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴുള്ള ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ്. ശരിക്കും നമ്മൾ കേട്ട ഹൈപ്പ് മുഴുവൻ ഇതിനെക്കുറിച്ചാണ്. വളരെ സ്മൂത്ത് ആണ് ഫോൺ എന്നുള്ളതാണ്. മുകളിൽ നമ്മൾ കൺട്രോൾ സെന്ററൊക്കെ എടുക്കുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. സെറ്റിംഗ്സിൽ കയറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോഴും വളരെ സ്മൂത്ത് ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയാറായിട്ടില്ല. ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. പറ്റുമെങ്കിൽ ഹൈപ്പർ ഓയിസിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ലോക്ക് സ്ക്രീനിലേക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് സ്ക്രീനിന്റെ കസ്റ്റമൈസേഷൻ മുഴുവൻ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കൺട്രോൾ സെന്ററിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ മൾട്ടി ടാസ്കിങ്, നമുക്ക് ഒന്നിലധികം ആപ്പുകൾ ഓപ്പൺ ചെയ്തിടാം. പിന്നെ പോപ്പപ്പ് വിൻഡോയിൽ വേണമെങ്കിൽ ആപ്പുകൾ ഓപ്പൺ ചെയ്തിടാം. ഇതെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. സോ അപ്പം മൊത്തത്തിൽ നന്നായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഹൈപ്പർ ഓയിസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചധികം ഉപയോഗിച്ച് നോക്കട്ടെ, വിശദമായിട്ട് പറയാം. ഇനി ഇതിന്റെ UIയിലെ ബാക്കി കാര്യങ്ങൾ, ആപ്പ് ഡ്രോ ഒക്കെ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് പരസ്യ ആപ്ലിക്കേഷനൊക്കെ കാണുന്നുണ്ട്. നമുക്കതൊക്കെ വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് കളയാം. അത് ഇവർ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ ഈ രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം. യാതൊരു വിഷയമില്ല. ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. സോ ക്ലീൻ ചെയ്യാം. സോ മൊത്തത്തിൽ പെർഫോമൻസ് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ സെറ്റപ്പിൽ തന്നെ എല്ലാം കൊടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും പറയാം. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 12 ബിറ്റിന്റെ 120 Hz ഡിസ്പ്ലേ ആണ്. 240 Hz 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണെങ്കിൽ 2160 Hz ആണ് വരുന്നത്. 100% DCI P3 സപ്പോർട്ട് വരുന്നുണ്ട്. PWM ഡിമ്മിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1920 Hz തന്നെ. ബ്രൈറ്റ്നസ് 500 nits നോർമൽ വരുമ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് 1800 nits വരെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഫോണിൽ വരുന്നത്. അതും വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ, HDR10 അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ബാൻഡ് 11 നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, എല്ലാതരം ഡോൾബി വിഷൻ അടക്കം ഫുൾ സപ്പോർട്ടാണ്. ഒരു തരത്തിലുള്ള വിഷയമില്ല. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ സിനിമയെ കണ്ടു നോക്കി, സെറ്റാണ്. ഒപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തും പറയത്തക്ക ഒരു അപാകതയുമില്ല. അടിപൊളി ഡിസ്പ്ലേ. ഇനി ക്യാമറയും മോശമാവാറില്ല പോക്കോടെ. പോക്കോ 64 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. OIS, EIS എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സാമ്പിളുകൾ ഇവിടെ കാണാം. ക്യാമറ സാമ്പിളുകളിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ നമുക്ക് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലൊക്കെ ഒരുപോലെ നല്ല ഫോട്ടോസ് ആണ് തരുന്നത്. നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. നോർമൽ ഫോട്ടോസ് ആയാലും ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും. പിന്നെ ഇതിൽ ലോസ്ലെസ് സൂം ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കാണാം. നോർമൽ ആൻഡ് 2x സൂം ചെയ്തെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ സൂമായി കിട്ടുന്നുണ്ട്.
വീഡിയോയിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ സെറ്റിലേക്ക് ആയാലും നോർമൽ ലാൻഡ്സ്കേപ്പ് വീഡിയോ ഒക്കെ ആയാലും നമുക്ക് ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കിട്ടുന്നുണ്ട്. 4K സ്റ്റെബിലൈസേഷനോട് കൂടി തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. സെൽഫി ക്യാമറയിലും ഇതേപോലെ സ്റ്റെബിലൈസേഷൻ അടക്കം തന്നെയാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഈ കാണുന്ന പോലെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഫുൾ HD ആണ്, അവിടെ 4K ഒന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും നല്ല സ്റ്റെബിലൈസേഷനോട് കൂടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇൻഡോർ ലൈറ്റിലേക്ക് വരുമ്പോഴും വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നല്ല വീഡിയോസാണ് കിട്ടുന്നത്. പിന്നെ അതേപോലെ സെൽഫി ക്യാമറ വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് കിട്ടുന്നുണ്ട്. സോ വീഡിയോ ആൻഡ് ഫോട്ടോസ് അത്യാവശ്യം രണ്ടും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ മോഡ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പ്രോ മോഡ് അറ്റത്ത് വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനുള്ള മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, നൈറ്റ്, മോർ, അതിൽ തന്നെ 64MP പനോരമ, ഷോർട്ട് ഫിലിം, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, AI വാട്ടർമാർക്ക്, ലോങ് എക്സ്പോഷർ, അങ്ങനെയുള്ള ഒട്ടനവധി മോഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഷോർട്ട് ഫിലിം എന്ന സെക്ഷനിലാണ് നമുക്ക് ഡുവൽ വീഡിയോ, അങ്ങനെയുള്ള പിന്നെ വീഡിയോ വ്ളോഗിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, അങ്ങനെ പല മോഡിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആ ഭാഗത്താണുള്ളത്. നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്ത് വേറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ടൈപ്പിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മൊത്തത്തിൽ ക്യാമറ വലിയ കുഴപ്പമില്ല ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ചാർജർ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഒരു വിഷയമില്ല, ചാർജിങ്ങും ബാറ്ററി ലൈഫൊക്കെ ഓക്കെയാണ്. ഇനി ഇതിനകത്തെ മറ്റു കാര്യങ്ങൾ NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.4 തന്നെ വരുന്നുണ്ട്, Wi-Fi 6 കൊടുത്തിട്ടുണ്ട്, അതുപോലെ 14 5G ബാൻഡുകൾ വരുന്നുണ്ട്. അങ്ങനെ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ POCO X6Pro അൺബോക്സ് ചെയ്തൊരു ഇനീഷ്യൽ ഇംപ്രഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചത് നല്ലൊരു POCO ഫോൺ. ഇതിന്റെ വില നോക്കിയാൽ 24,000 രൂപയാണ് ബാങ്ക് കാർഡിന്റെ ഓഫർ അടക്കം ചേർത്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിലയ്ക്കാണെങ്കിൽ ഇത് അടുത്ത ഒരു ബെസ്റ്റ് POCO ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് തന്നെ പറയാം. സോ ഇതാണ് POCO X6Pro ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പിന്നെ ഈ ഫോൺ 3 കളറിലാണ് വരുന്നത്, റേസിംഗ് ഗ്രേ, സ്പെക്ട്രെ ബ്ലാക്ക്, POCO യെല്ലോ. സോ POCO X6Pro എന്ന ഫോൺ മൊത്തത്തിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.